ഇന്നിവിടെ നല്ലൊരു മഴ ഉണ്ടായിട്ടോ. മഴ മാത്രമല്ല കാറ്റും ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മഴ മാറാൻ വേണ്ടി കാത്തിരുന്നു. കാരണം എന്താണെന്നല്ലേ, ഈ മഴയുടെ കൂട്ടത്തിൽ ഈ മാവിൽ നിറയെ മാമ്പഴം ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാമ്പഴം വീഴുന്നിങ്ങനെ പിടിവിടാ വീഴുന്ന കണ്ടുകൊണ്ടിരുന്നു. മഴ മാറിയിട്ട് പോയി പറക്കാമെന്ന് വിചാരിച്ച്, ഇടി ഉണ്ടായിരുന്നു അതുകൊണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ മാമ്പഴം ഇങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലും മുറ്റത്തൊക്കെ ഇങ്ങനെ ചാടുന്ന കാണുന്നു. കാരണം നമുക്ക് ചെറുപ്പത്തിൽ ഇത്ര മാമ്പഴമൊന്നും ഇവിടെ ഉണ്ടായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്, തുമ്പി ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നതും ഒക്കെ. അപ്പോൾ നമ്മൾ മഴ മാറാൻ വേണ്ടി കാത്തിരുന്നു മാമ്പഴം പറക്കാനായിട്ട്. അപ്പോൾ ഇത്രയും മാമ്പഴം നമുക്ക് കിട്ടിയിട്ടോ. നിറയെ ചാടുന്നുണ്ടായിരുന്നു. കാറ്റ് വീശുകൊണ്ട് നല്ലോണം കുറച്ച് പഴുക്കാത്തും ചാടിയിട്ടുണ്ട്, എന്നാലും കുറേ പഴുത്തുണ്ടായിരുന്നു. അല്ലെങ്കിൽ കാറ്റ് വീശുമ്പോൾ ഒന്നിട്ടം ചാടും. ഇപ്പം നല്ല മഴയും കാറ്റും ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ പഴുത്ത മാമ്പഴവും ചാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വീട്ടിൽ തന്നെ ഇങ്ങനെ മാമ്പഴം ഓടിപ്പോയി പറക്കിയെടുക്കുന്നത് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. എന്തായാലും നല്ലൊരു വ്യത്യസ്തമായ നല്ലൊരു അനുഭവമായിരുന്നത്. അതുപോലെ നമ്മൾ മാമ്പഴം അപ്പം തന്നെ രണ്ടെണ്ണം ചെത്തി കഴിച്ചു നോക്കി. നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല മധുരം മാമ്പഴമായിരുന്നത്. നമ്മൾ സാധാരണ മാമ്പഴക്കറിയൊക്കെ വെക്കാറുണ്ട്. കൂടാതെ ഇങ്ങനെ നല്ല ടേസ്റ്റാണല്ലോ ചുമ്മാ കഴിക്കാനായാലും. അപ്പം നല്ലൊരു മാമ്പഴക്കാലം എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ടേസ്റ്റുള്ള മാമ്പഴമായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പം തന്നെ നല്ല മണം, എന്താ ടേസ്റ്റ് എന്നറിയോ? ആ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ രുചികരമായ മാമ്പഴമായിരിക്കും ഉള്ളത്. കണ്ടോ, അപ്പം തന്നെ നമ്മൾ ചെത്തി രണ്ടെണ്ണം കഴിച്ചു.